അദൃശ്യരായ കണങ്ങൾ ലോകത്തെ മുഴുവൻ ലോക്ക്ഡൗണിലാക്കി മനുഷ്യരെ മുഴുവൻ വീട്ടിലിരുത്തിയപ്പോൾ ഓരോരുത്തരും ചിന്തിച്ചത് എങ്ങനെ ഒരു വരുമാന മാർഗം കണ്ടെത്താം എന്നാണ്. പുറത്തിറങ്ങാൻ സാധിക്കാതെ, നിത്യ ജോലി ചെയ്യാൻ സാധിക്കാതെ കുടുങ്ങിപ്പോയ മനുഷ്യർ, അതിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ അന്വേഷിച്ചത് ഓൺലൈനിലൂടെ എങ്ങനെ വരുമാനം കണ്ടെത്താം എന്നതാണ്. അതിന് പരിഹാരമായി അവരൊക്കെയും എത്തിച്ചേർന്നത് 2020 പകുതിയോടുകൂടി ഓഹരി വിപണിയിലേക്കാണ്. ഒട്ടുമിക്ക ആൾക്കാരും കൊറോണയിൽ തകർന്നടിഞ്ഞ മാർക്കറ്റ് തിരിച്ചു കയറി വരുന്ന സമയത്താണ് ഈ ഓഹരി വിപണിയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരും വളരെ പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്കാണ് നേരിട്ട് വന്നെത്തിയിട്ടുള്ളത്. എന്താണ് ഓഹരി വിപണി എന്നുപോലും മനസ്സിലാക്കാതെ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വന്ന് അവരുടെ ഭാഗ്യം കൊണ്ടും അതേപോലെ കൊറോണ റിക്കവറി സ്റ്റേജിലായിരുന്നതുകൊണ്ടും ഒരുപാട് പേർക്ക് ധാരാളം പണം സമ്പാദിക്കാൻ ഈ ഓഹരി വിപണി അവസരം നൽകിയിട്ടുണ്ട്. വീണ്ടും അതേ ഒരു അവസ്ഥയിലേക്കാണോ നമ്മൾ പോകുന്നത് എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിലും അതിന് സമീപ പ്രദേശങ്ങളിലും നല്ല രീതിയിൽ കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിലും ഒരുപാട് കേസുകൾ വർദ്ധിച്ചതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഒരു രാജ്യത്തിൻ്റെ ചലനം, അതിൻ്റെ പുരോഗതി എല്ലാം തന്നെ പിടിച്ചു കെട്ടി മാസങ്ങളോളം അതേ അവസ്ഥയിൽ കൊണ്ടു നിർത്തുന്ന ഒരു മാരകമായ ഒരു അവസ്ഥയാണ് ഈ കൊറോണയുടെ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത്. തിരിച്ചു വരാതിരിക്കട്ടെ, അങ്ങനത്തെ ഗതികെട്ട കാലങ്ങൾ ഇനി തിരിച്ചു വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് വളരെ ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒട്ടുമിക്ക ഇൻഡെക്സുകളും തകർന്നടിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി ഇന്ന് ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, 21,593. അവിടെ നിന്നും കൃത്യമായിട്ട് 393 പോയിന്റുകൾ ഒരൊറ്റയടിക്ക് താഴോട്ട് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബാങ്ക് നിഫ്റ്റിയിൽ 48,163 ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടെ നിന്ന് 640 പോയിന്റ് അത് താഴോട്ട് പോയി. ഫിൻ നിഫ്റ്റി 21,552 ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ 317 പോയിന്റുകൾ താഴോട്ട് ഇറങ്ങി വന്നു. നിഫ്റ്റി മിഡ് ക്യാപ്പിലാണെങ്കിൽ 10,405 ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 307 പോയിന്റുകൾ ഇടിഞ്ഞ് താഴോട്ട് വരികയാണ് ചെയ്തത്. ഇനി BSEയിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സ് എന്ന് 71,911 എന്ന ഏറ്റവും ഉയർന്ന, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ 1,141 പോയിന്റാണ് സ്ട്രൈറ്റ് ആയിട്ട് ഇടിഞ്ഞ് താഴെ എത്തിയത്. ബാങ്ക് എക്സിലാണെങ്കിൽ 54,381 ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ 755 പോയിന്റുകൾ അവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങി വന്നു. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും മറ്റൊരു വസ്തുതയാണ് മാറിയിരിക്കുന്നത്. ഇന്ത്യ വിക്സ് 14ന്റെ മുകളിലെത്തിയിരിക്കുന്നു. നിങ്ങളൊരു ഇൻട്രാഡേ ഓപ്ഷൻ ബയറാണെങ്കിൽ നിങ്ങൾക്ക് ചാകരയുടെ സമയമാണ് വന്നിരിക്കുന്നത്. പരമാവധി ഉപയോഗപ്പെടുത്തുക. കാരണം 14 മുതൽ ഇന്ത്യ വിക്സ് 14 മുതൽ 20 വരെ എന്ന് പറയുന്നത് ഇൻട്രാഡേ ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ നിങ്ങളൊരു ബ്രേക്ക്ഔട്ട് ലെവൽ എൻട്രി എടുക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കും. കാരണം ഓരോ സ്വിങ്ങുകൾ, ഇൻട്രാഡേയിൽ വരുന്ന നിരവധി സ്വിങ്ങുകളും വളരെ വലിയ രീതിയിൽ അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഒന്ന് എൻട്രി എടുക്കുക, മുകളിലേക്ക് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ആ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ദിവസം 100% വരെ പ്രോഫിറ്റ് എടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഇന്ത്യ വിക്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് മാനേജ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ ഇവിടെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഞാനിപ്പോൾ പറഞ്ഞ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതിന് ഒരു ഉദാഹരണമായിട്ട് ഇതാ ഞങ്ങളുടെ ട്രേഡ് ഇന്നത്തെ നോക്കും. ഞങ്ങളിന്ന് 1,02,000 രൂപയാണ് പ്രോഫിറ്റ്, അതായത് 6 ലക്ഷം രൂപ ക്യാപിറ്റലിൻ്റെ 17% പ്രോഫിറ്റാണ് ഞങ്ങൾ ഇന്ന് എടുത്തിരിക്കുന്നത്. 35 ട്രേഡുകളാണ് ചെയ്തിരിക്കുന്നത്. 1:6.82 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് ഞങ്ങളുടെ ട്രേഡ് ഇന്ന് അച്ചീവ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് 8.9% പ്രോഫിറ്റാണ് വന്നത്, 1 ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ചിട്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ലോസാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇത്രയും മനോഹരമായ ഒരു ഫോൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ലോസ് വന്നു എന്നുള്ളത്. ഞങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങളുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് മോർണിംഗിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയതുകൊണ്ട് രാവിലെ ഒരല്പം അപ്പ് ഡൗൺ മൂവ്മെൻറ്റ്സ്, റോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് കിട്ടിയിരുന്നു. അതിലെല്ലാം തന്നെ ഞങ്ങളുടെ എൻട്രി ആക്ടിവേഷൻ ആവുകയും 3 സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതിലെ കൂടി ഞങ്ങൾക്ക് ഇന്നത്തെ മാക്സിമം ലോസ് എന്ന 6%, അതായത് 6,000 രൂപ എന്ന മാക്സിമം ലോസ് ഞങ്ങൾ മീറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ഞങ്ങൾ മാക്സിമം ലോസ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ട്രേഡ് എടുക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്ര വലിയ മൂവ്മെൻറ്റ്സ് മാർക്കറ്റിലുണ്ടായാലും ബാങ്ക് നിഫ്റ്റിയിൽ ഞങ്ങൾ ട്രേഡ് എടുത്തില്ല. അങ്ങനെയാണ് ഇത് ബാങ്ക് നിഫ്റ്റിയിൽ ലോസിൽ അവസാനിപ്പിക്കേണ്ടി വന്നത്. എന്തായാലും ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് 5.7% പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്.
മിഡ് ക്യാപ്പിൽ 30%, സെൻസെക്സിൽ 22%, അതേപോലെ സ്റ്റോക്ക് ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ 41% പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ മാസത്തിൽ ഡിസംബർ മാസം ഇന്ന് 20-ാം തീയതി നോക്കുമ്പോൾ നമ്മൾ 69.9, അതായത് 70% പ്രോഫിറ്റ്, 4,19,000 രൂപയുടെ പ്രോഫിറ്റാണ് ഇതുവരെ 384 ട്രേഡുകളിൽ നിന്നായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. 1:2.69 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 17.7%, കുഴപ്പമില്ലാത്ത ഒരു പ്രോഫിറ്റാണ്. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 20% വന്നിട്ടുണ്ട്, ഡീസൻറ്റ് പ്രോഫിറ്റാണ്. ഫിൻ നിഫ്റ്റി ഇപ്പോഴും 4% ലോസ് ആണുള്ളത്. എനിക്ക് തോന്നുന്നു ഈ മാസം മിക്കവാറും ഫിൻ നിഫ്റ്റി, അതായത് 10% താഴെയാണ് പ്രോഫിറ്റ് എങ്കിൽ അതിന് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ബ്രേക്ക് ഈവൻ ആയി എന്നേ പറയാൻ പറ്റുള്ളൂ. നിഫ്റ്റി മിഡ് ക്യാപ്പ് ആണെങ്കിൽ ഈ മാസം 50% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. സെൻസെക്സ് ആണ് സൂപ്പർ സ്റ്റാർ ആയത്, 89% പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്. ഇനി സ്റ്റോക്ക് ഓപ്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ 246% പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്. അടിപൊളി പ്രോഫിറ്റാണ് ഈ മാസം. അതായത് വിക്സ് 10-11 എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് വളരെയധികം കഷ്ടകാലമായിരുന്നു, കാരണം എങ്ങനെയും പ്രോഫിറ്റ് കയറി വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ വൺസ് അത് 12-ന്റെ മുകളിലോട്ട് കയറി 13 എത്തിയപ്പോൾ നമ്മുടെ സമയം തെളിഞ്ഞു, നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് കിട്ടാൻ തുടങ്ങി, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങി. അതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ 100 പേരിൽ നിന്നും ഒരാളെ വിജയിയായി സെലക്ട് ചെയ്തിട്ട് ഒരു മാസത്തെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കാനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റൊക്കെ ആയിട്ട് ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ പേരും നമ്പറും എഴുതിയിട്ടാൽ മാത്രം മതി. ഇനി ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ആ കമന്റിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കാതിരിക്കുക. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കൊണ്ട് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കിടക്കാം. US മാർക്കറ്റ് കറന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഓവറോൾ സെന്റിമെന്റ്സ് അതിൻ്റെത് ബുള്ളിഷ് ആണ്. പക്ഷേ ഇപ്പോൾ ഇൻട്രാഡേയിൽ ഡോ ജോൺസ് ഇപ്പോൾ 64 പോയിന്റ് റെഡിലാണ്, അതേപോലെ S&P 500 22 പോയിന്റ് ഗ്രീനിലാണ്, നെസ്ഡാക്ക് 84 പോയിന്റ്സ് ഗ്രീനിലാണ്. ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആണ് എന്നൊരു പരിധിവരെ പറയാം. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആണ്, ഇൻട്രാഡേയിലും അത് ബുള്ളിഷ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 70 പോയിന്റ് FTSE 70 പോയിന്റ് ഗ്രീനാണ്, CSE 13 പോയിന്റ് ഗ്രീനാണ്, DX 29 പോയിന്റ് ഗ്രീനാണ്. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിൽ ഗിഫ്റ്റ് നിഫ്റ്റി 21,211 ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്, 5 പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിക്കി 456 പോയിന്റ് ഗ്രീനിലാണ്. അതുപോലെ ഒരു സമ്മിശ്ര പ്രതികരണമാണ്, കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻ തരാത്ത ഒരു സൈഡ് വൈസ് മാർക്കറ്റായിട്ട് ഏഷ്യൻ മാർക്കറ്റ് എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് എല്ലാ ഇൻഡെക്സും ഒരേ രീതിയിൽ പോവില്ല, പലതും പല വഴിക്കാണ് പോവുക. എന്തായാലും നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. അത് കൃത്യമായിട്ടും ഇപ്പോൾ ഇൻട്രാഡേയിൽ ബെയറിഷ് ആയിട്ടാണ്, അല്ലെങ്കിൽ 5 പോയിന്റ് നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 90 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 506 പോയിന്റിന് അഥവാ 2.35% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 21,543 നിന്നും 393 പോയിന്റ് നഷ്ടത്തിൽ 21,150 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ 210 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 1,610 പോയിന്റിന്റെ അഥവാ 2.25% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 71,647 നിന്നും 1,141 പോയിന്റ് നഷ്ടത്തിൽ 70,506 അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 4.18% വർദ്ധിച്ചുകൊണ്ട് 14.45 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ 214 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് കിട്ടിയത്. 964 പോയിന്റിന് അഥവാ 2% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 48,085 നിന്ന് 640 പോയിന്റ് നഷ്ടത്തിൽ 47,445 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് 84 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 456 പോയിന്റിന് അഥവാ 2.12% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 21,518 നിന്നും 317 പോയിന്റ് നഷ്ടത്തിൽ 21,201 ഫിൻ നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് $74.48 ഇന്ന് പോകുന്നു. ഇന്നലെ അത് $72 ഗോൾഡിന്റെ റേറ്റ് ഇന്നലെ $2,030 ഉണ്ടായത് $2,034.28 വർദ്ധിച്ചിട്ടുണ്ട്. USD INR റേറ്റ് ഇന്നലത്തെ അതേ സ്ഥിതി തുടരുകയാണ്. 83 രൂപ 18 പൈസയാണ് ഒരു അമേരിക്കൻ ഡോളറിന്റെ വിനിമയ നിരക്ക്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 19,190 കോടിയുടെ ബൈങ്ങും 20,000
1512 കോടിയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. അതുവഴി 1322 കോടി രൂപയുടെ പിൻവലിക്കലാണ് അല്ലെങ്കിൽ സെല്ലിംഗ് ആണ് അവർ മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 16,194 കോടി രൂപയുടെ ബൈങ്ങും 11,439 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 4,754 കോടി രൂപയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 3,432 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപമായി എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രീ മാർക്കറ്റ് സെഷനിൽ ഈ നിക്ഷേപം എത്തിയതിനു ശേഷമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ നെറ്റ് സെല്ലിംഗ് നടത്തിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മാർക്കറ്റ് മോർണിംഗിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നിട്ട് പിന്നീടാണ് ഫോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ പീക്കിൽ പൊക്കി വെച്ചപ്പോൾ അവിടെ വെച്ചിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പൊട്ടിച്ചു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ മാസത്തെ ഓവറോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 27,775 കോടിയുടെ ബൈങ് ആണ് നടത്തിയിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 8,644 കോടിയുടെ ബൈങ് ആണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ 36,420 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പമ്പ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് എല്ലാ സെക്ടറുകളും നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇതിൽ നിഫ്റ്റി മീഡിയയാണ് ഹയസ്റ്റ് ലോസ് ഉണ്ടായിരിക്കുന്നത്, 5.11% ലോസ് ആണ്. ഇനി ETF നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബീസ് ഇന്ന് 0.49% പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാ ETF-കളും ഇന്ന് ലോസിലാണ് അവസാനിച്ചത്. എസ്പെഷ്യലി ITBs ഇന്ന് 2.03% ഉയർന്ന നഷ്ടവും രേഖപ്പെടുത്തി. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ വോൾട്ടാസ് ഇന്ന് 3.6% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ REC ലിമിറ്റഡ് 7.48% ഹയസ്റ്റ് ലോസും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. വോൾട്ടാസ്, AU ബാങ്ക്, ONGC, ടാറ്റ കൺസ്യൂമർ, ബ്രിട്ടാനിയ, ഓറോ ഫാർമ, സിപ്ല, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, HDFC ബാങ്ക്, HDFC AMC, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, ജൂബിലന്റ് ഫുഡ്സ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ REC ലിമിറ്റഡ്, PFC, IEX, അദാനി പോർട്സ്, അദാനി എന്റർപ്രൈസസ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ജിന്ദാൽ സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ, UPL, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഇന്ത്യൻ ഹോട്ടൽസ്, ഹിന്ദ് പെട്രോകെമിക്കൽസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. ഇനി ഓവറോൾ NSEയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 204 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1933 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 0.68 ആയിട്ട്, അതായത് ക്ലിയർലി ബെയറിഷായി മാറിയിട്ടുണ്ട്. ഒറ്റ ദിവസത്തെ ഡാറ്റ കൊണ്ട് നമ്മളൊരു ഫൈനൽ കൺക്ലൂഷനിൽ എത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലും കൂടി നിരീക്ഷിക്കേണ്ടതുണ്ട്. 21,150 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് കേവലം 25 പോയിന്റ് മാത്രം മുകളിലായിട്ട് 21,174 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു സൈഡ് വൈസ് 4 ദിവസത്തെ പ്രൈസിനേക്കാളും താഴെയായിട്ടാണ് ഫ്യൂച്ചർ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.69 ആയി മാറിയിട്ടുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഇത് സൈഡ് വൈസ് ആയിരുന്നു. അതുകൊണ്ട് അവിടെ നിന്നത് ബെയറിഷ് എന്നൊരു മോഡിലേക്ക് മാറിയിട്ടുണ്ട്. 47,445 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 97 പോയിന്റ് താഴെയായിട്ട് 47,348 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ലോ കട്ട് ചെയ്തിട്ട് ബെയറിഷായിട്ട് പോയിരിക്കുകയാണ്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒരു സപ്പോർട്ട് ലൈനിലാണ് വന്ന് നിൽക്കുന്നത്. 21,000 ഇവിടെ പുട്ട് റൈറ്റ് ചെയ്തിരിക്കുന്ന 1,42,00,000 പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 21,400 1,43,00,000 പുട്ട് കോളം റൈറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം വരും ദിവസങ്ങളിൽ മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. മൊത്തത്തിൽ 5,99,00,000 കോളം 5,69,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. PCR ഓൾമോസ്റ്റ് 1 ആണ് വരുന്നത്. 21,150 മാർക്കറ്റ് അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ ആ ഡാറ്റ മാറ്റി നിർത്തിക്കൊണ്ട് അടുത്ത ആഴ്ചത്തേക്ക് ഉള്ള ഇത് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലെ ഒരു സപ്പോർട്ട് ലൈനിലാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതായത് 47,000 13,00,000 പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അറ്റ് ദ മണിയുടെ തൊട്ട് മുകളിലായിട്ട് ചെറിയ രീതിയിൽ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആവുന്നുണ്ട്. നോക്കാൻ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ അത് പെർഫോം ചെയ്യും എന്നുള്ളത്. മൊത്തത്തിൽ 40,00,000 കോളം 53,00,000 പുട്ടുമാണുള്ളത്. PCR വരുന്നത് 1.3 ആണ്. ദെൻ ബാങ്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 47,445 നാളത്തേക്കുള്ള ഈവൻസോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആക്ഷൻസോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കാം. ഇന്ന് നിഫ്റ്റിയുടെ റാസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇന്നൊരു ഗ്യാപ്പ്
യെസ്റ്റർഡേ ലോയുടെ മുകളിലായിട്ട് ഓപ്പണായി. ദെൻ അവിടെ നിന്ന് സ്ട്രൈറ്റ് ഫോൾ, യെസ്റ്റർഡേ ഹൈയുടെ മുകളിലായിട്ട് ഓപ്പണായിട്ട് ഇന്ന് ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന 21,650 അടുത്ത് വരെ പോയി. അവിടെ നിന്ന് പിന്നെ ഒരു സ്ട്രൈറ്റ് ഫോൾ ആയിരുന്നു. താഴോട്ട് വന്ന എല്ലാ ലെവലുകളും കട്ട് ചെയ്ത് ഒരു അഡീഷണൽ റാസ് ലെവലിൽ വന്ന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ നിൽക്കുകയാണ്. അതായത് 300 പോയിന്റൊക്കെ താഴോട്ട് വരിക എന്ന് പറഞ്ഞാൽ അപാരമായ ഒരു വീഴ്ചയായിരുന്നു. ബാങ്ക് നിഫ്റ്റി അതേപോലെ തന്നെയാണ്, സ്ട്രൈറ്റ് ഫോൾ ആണ്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ഞങ്ങൾക്ക് ഇന്ന് ഇത് ക്യാഷാക്കി മാറ്റാൻ പറ്റിയില്ല. കാരണം മോർണിംഗിൽ ഉണ്ടായിരുന്ന ഈ ഒരു ജെർക്കിങ്ങിൽ ഞങ്ങളുടെ 3 സ്റ്റോപ്പ് ലോസ് അങ്ങ് പോയി. അതോടുകൂടി ഞങ്ങളുടെ ലോസ്, ഒരു ദിവസത്തെ ലോസ് ലിമിറ്റായി. അപ്പോൾ ഞങ്ങൾക്ക് ഫർദർ ട്രേഡ് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ദെൻ ഫിൻ നിഫ്റ്റിയിൽ നല്ല രീതിയിൽ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. ദെൻ മിഡ് ക്യാപ്പാണ് ഇന്ന് ഭാരമായ വീഴ്ച കാഴ്ചവെച്ചത്. വല്ലാത്തൊരു വീഴ്ചയായിരുന്നു. ഫിൻ നിഫ്റ്റിയും ഓൾമോസ്റ്റ് മിഡ് ക്യാപ്പും ഒരേ രീതിയിലുള്ള മൂവ്മെൻറ്റ്, 300 പോയിന്റിൻ്റെ മൂവ്മെൻറ്റാണ്, ഫോളാണ് കാഴ്ചവെച്ചത്. ദെൻ ഇവിടെ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് 1100 പോയിന്റിൻ്റെ പോക്കാണ് താഴോട്ട് പോയിരിക്കുന്നത്. ദെൻ ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇന്നലെ പറഞ്ഞ രീതിയിൽ ഒരു എന്താ പറയുക വലിയൊരു മൂവ്മെൻറ്റ് കിട്ടും എന്ന് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ ക്ലിയർലി വളരെ നാരോ റേഞ്ചിൽ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ വളരെ വലിയൊരു മൂവ്മെൻറ്റ് കിട്ടും എന്ന രീതിയിലുള്ള ഒരു ഇതാണ് ഞാൻ നടത്തിയിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ട്രേഡിനെ കുറിച്ച്. കാരണം എൻ്റെ ഒരു സൈഡിൽ നിന്നും നല്ല രീതിയിലൊരു ഫോള് തന്നെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ആ രീതിയിൽ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പുകളിലെ ട്രേഡും പ്ലാൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിഫ്റ്റിയിൽ നമ്മുടെ റേഞ്ചിലേക്ക് തിരിച്ചിറങ്ങി വരണം. ഇന്നൊരു ദിവസത്തെ ഇത് കണ്ടിട്ട് ഇതൊന്നും മാർക്കറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞു എന്നൊന്നും കരുതരുത്. കാരണം ഇന്ത്യൻ മാർക്കറ്റിന് അതിൻ്റേതായ ഒരു സ്ട്രെങ്ത് ഉണ്ട്. സോ നാളെ ഒറ്റ ദിവസം കൊണ്ട് ഇതേ രീതിയിലൊരു അപ്പ് മൂവ്മെൻറ്റ് തരാനും അതിന് സാധിക്കും. ഇതൊക്കെ നമ്മളെ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇതൊറ്റയടിക്ക് മാർക്കറ്റ് ഇടിഞ്ഞു ഇനി മുഴുവൻ താഴെ 500 പോയിന്റ് 1000 പോയിന്റ് താഴെ വരും എന്നൊന്നും പ്രതീക്ഷിക്കരുത്. നാളത്തെ ഇതിപ്പോൾ ബെയറിഷ് എൻഗൾഫിങ്ങിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നാളത്തെ ക്ലോസിങ് ഈ രീതിയിൽ ഇന്നത്തെ ലോൻ്റെ താഴെയായിട്ട് നാളെ ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ, ഈ രീതിയിൽ ഒരു ക്യാൻഡിൽ ക്ലോസിങ് ആണെങ്കിൽ മൂവ്മെൻറ്റ് ബെയറിഷാണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. അതുവരെയും നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. മാർക്കറ്റിൻ്റെ ട്രെൻഡിനനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. മുൻവിധികളെ വെച്ചുകൊണ്ട് മാർക്കറ്റിനെ സമീപിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ കേസിൽ അതാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും 3 ദിവസത്തെ ക്യാൻഡിൽ, 3 റെഡ് ക്യാൻഡിൽ, ഇന്നലെ ബെയറിഷ് എൻഗൾഫിംഗ്, ഇന്ന് ക്ലിയർലി ബെയറിഷ് എൻഗൾഫിംഗ് കൺഫേം ചെയ്തിട്ടുണ്ട്. ലോയും ഹൈയും കട്ട് ചെയ്തിട്ട് ഇനി നാളെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഇതാണ് കിട്ടേണ്ടത്. ഓക്കെ, ഇന്ത്യൻ മാർക്കറ്റാണ്, വളരെയധികം ശ്രദ്ധിക്കണം. അതിൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ട്, അതിൻ്റേതായ സ്ട്രെങ്ത് ഉണ്ട്. അതുകൊണ്ട് ഇത് മാർക്കറ്റ് വീഴും എന്നൊക്കെ കരുതി ഒരുപാടങ്ങ് വീഴും എന്നൊന്നും കരുതി നിൽക്കരുത്. മാർക്കറ്റ് അതിൻ്റേതായ രീതിയിൽ തനതായ രീതിയിൽ താഴോട്ട് പോകും, അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിൽ കൂടി ഇത് ഒരു വലിയ ക്യാൻഡിൽ കണ്ട ഉടനെ തന്നെ എല്ലാം തകർന്ന് തരിപ്പണമായി എന്ന് കരുതി നാളെ രാവിലെ തന്നെ പോയി പുട്ടെടുത്ത് എന്താ പറയുക കടല വാങ്ങാൻ കാശില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോകരുത്. ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. ട്രെൻഡ് നോക്കി കൺഫേം ആയതിനു ശേഷം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഫിൻ നിഫ്റ്റിയിലും അത് തന്നെയാണ് അവസ്ഥ. ഇനി മിഡ് ക്യാപ്പ് ക്ലിയർലി നമ്മളെ റേഞ്ചിനകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. ഇനി നാളെ ഇപ്പോൾ മിഡ് ക്യാപ്പിനുള്ളത് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ഒരു 99.28 താഴെ പോവും. അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഇവിടെ വന്നിട്ട് നാളെ ഒരു കൺസൾട്ടേഷൻ ഉണ്ടാവും. നാളെ ഹെവി മൂവ്മെൻറ്റ് കുറവായിരിക്കും. ദെൻ സെൻസെക്സ് ഇനി തിരിച്ച് നമ്മുടെ റേഞ്ചിലേക്ക് കയറി വരട്ടെ. അതിനുശേഷം നമുക്ക് വായുതോരാതെ സംസാരിക്കാം. അപ്പോൾ നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണല്ലേ. നിഫ്റ്റിയുടെ നാളത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസ് എന്ത് പറയുന്നു എന്ന് നോക്കാം. റാസ് ലെവൽസിൽ ഇന്നത്തെ ഡേ ഹൈയും ഡേ ലോയും കമ്പയർ ചെയ്ത് നാളത്തേക്ക് നോക്കുമ്പോൾ നാളത്തെ ഓവറോൾ മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കും എന്നാണ് നമ്മളോട് പറയുന്നത്. ഹൈയും ലോയും ഇന്നത്തെ അത്രയൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ദെൻ നാളത്തെ ഹൈ ഇന്നത്തെ ഹൈയേക്കാളും താഴെയായിട്ടാണ് പോയിരിക്കുന്നത്. നമ്മുടെ നോ ട്രേഡ് സോണിൻ്റെ താഴെയാണ് പോയി നിൽക്കുന്നത്. അതായത് മോസ്റ്റ് പ്രോബബ്ലി നാളെ ഒന്നുമില്ല ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ചിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ സി പി ആറിനൊന്നും വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം വൈഡ് സി പി ആർ ആണ്, അതൊരു നോർമൽ പിവേർട്ട് പോലെ ആക്ട് ചെയ്യുള്ളൂ. ദെൻ നോ ട്രേഡ് സോണിനെ മാർക്കറ്റ് ടച്ച് ചെയ്യുകയാണെങ്കിൽ നാളെ, അതായത് 21,305-ൻ്റെയും 20,995-ൻ്റെയും ഇടയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും നാളെ തരിക എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത്. ഹൈ വരുന്നത് 20,305 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ
ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ മാർക്കറ്റ് മുകളിലോട്ട് വരുന്നതൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു സോൺ നിങ്ങൾ ട്രേഡിംഗ് എന്ന് ഒഴിവാക്കി നിർത്തുന്നത് നല്ലതായിരിക്കും. അതായത് ബോട്ടം CPR മുതൽ ബ്രേക്ക്ഔട്ട് ലൈൻ വരെയുള്ള ഈ ഒരു ഏരിയ നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇന്ന് തന്ന കാശൊക്കെ തിരിച്ചു പിടിക്കാൻ മാർക്കറ്റിൽ എല്ലാവിധ കളികളും നാളെ ഉണ്ടാവും. അപ്പോൾ നാളെ പ്രത്യേകിച്ച് നിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയാണ്, ക്രിസ്മസിൻ്റെ ഹോളിഡേയ്സ് ആണ്, പിന്നെ തിങ്കളാഴ്ച ഹോളിഡേ ആണ്, അത് കഴിഞ്ഞ് 4 ട്രേഡിംഗ് ഡേ ആണ് ഉണ്ടാവുക ന്യൂ ഇയറിന്. ആ സമയത്ത് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, മാർക്കറ്റ് ഒരു ഫ്രീസായ രീതിയിൽ പോവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഇത് മാത്രമല്ല, നാളെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ മാർക്കറ്റ് ഒരു ഔട്ട് ഓഫ് റേഞ്ച് പോവുകയാണെങ്കിൽ ഇവിടെ വരെ, അതായത് നമ്മുടെ മന്ത്ലി CPRലെ ഏറ്റവും ടോപ്പ് ലൈൻ 20,745 വരെയും ഇറങ്ങി വന്നേക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വരാതിരിക്കട്ടെ, മാർക്കറ്റ് ഇവിടെ എങ്ങാനും നിന്നിട്ട്, അതായത് 20,995 എന്ന ഈ ലെവലിൽ നിന്ന് മുകളിലോട്ട് തന്നെ പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ രീതിയിൽ ഇവിടം വരെ വന്നിട്ട് ഇങ്ങോട്ട് തന്നെ കയറിപ്പോവും. ഇതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൺസൾട്ടേഷനായിട്ട് അങ്ങനെ പോവുകയുള്ളൂ. ഇനി ഒരു ഔട്ട് ഓഫ് റേഞ്ച് ട്രേഡ് വരികയാണെങ്കിൽ റെയർ കേസ് സിനാരിയോയിൽ 20,745 ഒക്കെ ചിലപ്പോൾ കണ്ടേക്കാം. നാളെ ബ്ലൈൻഡായിട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക, വളരെ കെയർഫുള്ളായിട്ട് ട്രെൻഡ് കൺഫർമേഷൻ ആയതിനു ശേഷം മാത്രമാണ് നിങ്ങൾ എൻട്രി എടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും ബ്ലൈൻഡായിട്ട് മാർക്കറ്റ് ഇടിയാണ് പുട്ടിലേക്ക് തന്നെ എടുക്കാമെന്ന് കരുതിയിട്ട് പുട്ട് വാങ്ങരുത്. അതിനവസാനം കറി വാങ്ങാൻ കാശില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ പാപ്പരായി പോകും. അതുകൊണ്ട് ട്രെൻഡ് കൺഫേം ആയതിനു ശേഷം മാത്രം പുട്ടാണോ കടലയാണോ ദോശയാണോ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുക. അപ്പോൾ ഇന്നലത്തെ വീഡിയോ, അതായത് ഡിസംബർ 19-ാം തീയതി ബുധനാഴ്ചത്തെ വീഡിയോ, ചൊവ്വാഴ്ചത്തെ വീഡിയോ കണ്ടിരിക്കുന്നത് 2271 പേരാണ്. ട്രേഡേഴ്സ് അരീന എന്നുള്ള ഈ ചാനൽ 8290 പേരാണ് ഇന്ന് വരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. 1 മില്യൺ സബ്സ്ക്രൈബർ എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, ഇവിടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഫോം കൊടുത്തിട്ടുണ്ട്, അത് പരമാവധി ഉപയോഗപ്പെടുത്തുക കേട്ടോ. 81 കമൻറ്റുകളാണ് ഈ വീഡിയോന് വന്നിട്ടുള്ളത്. SBM 690, thanks for the detailed analysis. For people like me who cannot spend much time during working hours, is it a good idea to sell CE far away, for example February or March series, Bank Nifty 50,000 or 45,000? ബ്രദർ, ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി, ഓക്കെ, ബാങ്ക് നിഫ്റ്റി 50,000, ഓക്കെ, 1700 പോയിന്റുകൾ മുകളിലോട്ടും താഴോട്ടും ആണ് മാക്സിമം കിട്ടുക. പക്ഷേ സരോദ പോലെയുള്ള ബ്രോക്കേഴ്സ് അതൊന്നും തന്നെ സെല് ചെയ്യാൻ അനുവദിക്കില്ല. അപ്പോൾ മറ്റേതെങ്കിലും ഒരു ബ്രോക്കർ ആണെങ്കിൽ ഒരു പക്ഷേ നടന്നേക്കാം. പക്ഷേ 3 മാസം അപ്പുറത്തേക്കുള്ള ഒരു കാര്യം, നിങ്ങൾ ഇപ്പം ബാങ്ക് നിഫ്റ്റി ഇന്ന് 48,000-ലാണ് ഉള്ളത്. അവിടെ നിങ്ങൾ ഒരു 50,000 3 മാസം കൊണ്ട് 50,000 എത്തില്ല എന്ന ധാരണയിൽ സെല്ല് ചെയ്യാൻ മാത്രം എന്തൊരു ധൈര്യമാണ് നിങ്ങൾക്കുള്ളതെന്നാണ് എൻ്റെ ചോദ്യം. ഏറ്റവും അടുത്ത് നിയറസ്റ്റ് എക്സ്പയറി സെല്ല് ചെയ്യുക, കിട്ടുന്ന പ്രോഫിറ്റ് വേഗം എടുക്കുക. ഔട്ട് ഓഫ് ദ മണി തന്നെ സെല്ല് ചെയ്യുക, പക്ഷേ നിയറസ്റ്റ് എക്സ്പയറി ആയിരിക്കുന്നതാണ് നല്ലത്. പ്രോഫിറ്റ് കുറവായിരിക്കും, എന്നാൽ കൂടി കുറേയും കൂടെ സേഫ് ആയിരിക്കും ആ കളി. ദൂരെയുള്ള ഒന്ന്, ഇതിന് പ്രീമിയം നല്ല രീതിയിൽ പ്രോഫിറ്റ് പ്രീമിയം ഉണ്ടാവും നല്ലതുപോലെ. പക്ഷേ മാർക്കറ്റിൽ അപ്പ് ഡൗൺസ് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഭയങ്കര പണിയായിപ്പോൾ. അതുകൊണ്ട് ഓപ്ഷൻ സെല്ലിങ്, എന്തുകൊണ്ട് ഇദ്ദേഹം ഓപ്ഷൻ സെല്ലിങ് ഫാർ ഔട്ട് ഓഫ് ദ മണി സെല്ല് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇട്ടില്ല. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇതാരാ പറഞ്ഞത്? SPM 698. ഓക്കെ, ശ്രീരാംദാസ് പറഞ്ഞത്, മൈ വ്യൂ അബൌട്ട് നിഫ്റ്റി ഈസ് ഇറ്റ് വിൽ ടച്ച് 22,222. 2,000 points from ATH from which has gone 18,800, then again raised. Anyway, let us see what will actually happen. I also likes your way of presenting the video. താങ്ക് യു വെരി മച്ച് ശ്രീരാംദാസ്. പക്ഷേ നിങ്ങളുടെ ആഗ്രഹം സഫലമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇന്ന് നിരാശയാണ് ഫലം. മാർക്കറ്റിൽ ഒരു 300 പോയിന്റ് നിഫ്റ്റി ഇടിഞ്ഞ് വന്നിട്ടുണ്ട്. എന്തായാലും 22,222 എന്നുള്ള നമ്പർ, മാജിക് നമ്പർ, അത് ടച്ച് ചെയ്യുക തന്നെ ചെയ്യും. ഫിറോസ് റഷീദ് ഖാൻ, നിങ്ങൾ എല്ലാ ചാൻസും പറഞ്ഞു, എന്നാൽ ഡിസംബർ 20-ന് ശേഷം കോമൺലി പ്രോഫിറ്റ് ഓഫ്ലോഡ് ചെയ്യുന്നത് കാണാറുണ്ട് എന്ന് പറഞ്ഞു. ദാറ്റ് പോയിന്റ് സ്ട്രൈക്ക് ആൻഡ് ലീഡ്സ് ടു ആറ്റം ബോംബ് പ്രോഫിറ്റ്. വൗ, ഫിറോസ് ഭായ് തകർത്തു. ബാങ്ക് നിഫ്റ്റി പ്രീമിയം 52 എടുത്തു, 348 സോൾഡ് ഔട്ട്, 300 ലോട്ട്സ്. അടിപൊളി, ഒന്നും പറയാനില്ല. ഫിറോസ് ഭായ്, നിങ്ങളെ നമ്മൾ ആ ഗൂഗിൾ മീറ്റിൽ കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നറിയുന്നതിൽ തന്നെ എനിക്ക് അത്ഭുതമുണ്ട്. ദെൻ ആ സ്ട്രെങ്ത് കീപ്പ് ചെയ്യുക. ദെൻ ഈ പ്രോഫിറ്റ് അപാരം
സൂപ്പർ ഒന്നും പറയാനില്ല. താങ്ക് യു വെരി മച്ച് അത് ഷെയർ ചെയ്തതിൽ. ഇതാണ് മഞ്ജുനാഥ് KC പിള്ളൈ. താങ്ക് യു ഫോർ ദിസ് ഫ്രീ അനാലിസിസ്. താങ്ക് യു വെരി മച്ച് ബ്രദർ. എന്തായാലും വളരെയധികം സന്തോഷം. യൂസർ TQ താങ്ക്സ് ഫോർ യുവർ അഡ്വൈസ്. താങ്ക് യു വെരി മച്ച്. ശരത് കുമാർ താങ്ക് യു വെരി മച്ച്. വെരി വാല്യുബിൾ ഇൻഫർമേഷൻ. രാജേഷ് കുമാർ താങ്ക് യു വെരി മച്ച്. സഫീന ലത്തീഫ്, ഒരു സംശയം ചോദിക്കട്ടെ. ITMലുള്ള ഒരു ഓപ്ഷൻ എക്സ്പയറി ഡേയിൽ വിൽക്കാൻ പറ്റാതെ പോയാൽ അതിൻ്റെ വാല്യൂ ബയർക്ക് കിട്ടുമോ? ഉദാഹരണം നിഫ്റ്റി 21,000 PE റേറ്റ് മോർ ₹100 into 55,000 ലാസ്റ്റ് എക്സ്പയറി 14/12. ആപ്പ് ഹാങ് ആയിരുന്നു. പ്ലീസ് റിപ്ലൈ. ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ഒരു ലിങ്ക് ഇട്ട് തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ എക്സ്പയറി ഡേയിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് തീരുമാനമാകുന്നത് എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ സ്വന്തം, കാരണം ഒന്ന് നമുക്ക് വേണ്ടത് എക്സ്പയറി ആയ വാല്യൂ വേണം. രണ്ടാമത്തേത് നിങ്ങൾ പുട്ടാണോ കോളാണോ എടുത്തത് എന്നറിയണം. നിങ്ങളുടെ പ്രീമിയം എത്രയായിരുന്നു, അതുപോലെ മാർക്കറ്റ് എവിടെ എക്സ്പയർ ആയി, ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞുതരാൻ പറ്റും. വളരെ സിമ്പിൾ മാത്സ് ആണത്, വലിയ സംഭവങ്ങളൊന്നുമില്ല. സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അഹമ്മദ് കൊടൂർ, നിങ്ങൾ പറഞ്ഞതുപോലെ നിഫ്റ്റി ക്രാഷ് തുടങ്ങി തകർച്ചയ്ക്ക് ശേഷം ആണ് ഞാൻ സെൽ തുടങ്ങിയത്. രാവിലെ തന്നെ തുടങ്ങിയിരുന്നുവെങ്കിൽ 4,00,000 നഷ്ടമാക്കില്ലായിരുന്നു. തീർച്ചയായിട്ടും എന്നാലും നിങ്ങൾ പ്രോഫിറ്റിലാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 4,00,000 പോയത് നമുക്ക് കിട്ടാനുള്ളതല്ല, നമുക്ക് കിട്ടാനുള്ളത് ഓട്ടോറിക്ഷ പിടിച്ചിട്ടായിരുന്നു നമ്മളടുത്ത് വരും, കാശായാലും അടിയായാലും. അപ്പോൾ അതെന്തായാലും പോയത് പോട്ടെ, അതിനെക്കുറിച്ച് ഇത് ചെയ്യേണ്ട. എന്തായാലും തകർച്ചയ്ക്ക് ശേഷം സെല് ചെയ്താലും ചെറിയ രീതിയിൽ കിട്ടിയിട്ടുണ്ടാവും ഉറപ്പായിട്ടും. വിജയകുമാർ തെറ്റിക്കാട്ടിൽ താങ്ക് യു വെരി മച്ച്. കേട്ടിരിക്കാം കഥകൾ. ഇന്ന് 8% നഷ്ടത്തിൽ ഇറങ്ങേണ്ടി വന്നു. ഇവിടെ നിങ്ങൾ ഇന്ന് പ്രോഫിറ്റിലായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സുമേഷ്, നിഫ്റ്റി നാളെ പോസിറ്റീവാണ് സർ, പിന്നെ എന്തിന് ഇങ്ങനെ വ്യൂവേഴ്സ് വാച്ചിങ് അവർ കൂട്ടാൻ എങ്ങനെ തംബ്ലൈൻ കൊടുക്കുന്നത്? ബ്രദർ, ഇങ്ങനെയൊക്കെ നിങ്ങൾ നെഗറ്റീവ്, ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പം പേഴ്സണലി നിങ്ങൾ എന്നെ ഒരു ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരുപാട് ടൈമും എൻ്റെ വീഡിയോ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും ഞാൻ US മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷമാണ്. ഇത്രയും ടൈം എടുത്ത് എല്ലാവരും 3:30 മണിക്ക് ട്രേഡ് കഴിഞ്ഞ് വീട്ടിൽ പോയി ഞാൻ ഈ വൈകുന്നേരം മെനക്കെട്ടിരുന്ന് ഈ ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിക്കുമ്പോൾ നിങ്ങളിങ്ങനെ നെഗറ്റീവായ കാര്യങ്ങൾ, എനിക്ക് ഈ എന്താ പറയുക, യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്ക് അതുകൊണ്ട് അതല്ല എൻ്റെ ടാർഗറ്റ്. അൾട്ടിമേറ്റ്ലി ഞാൻ എന്തൊക്കെ പ്രോബ്ലംസ് എൻ്റെ ട്രേഡിംഗ് ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ടോ അത് മറ്റൊരാൾക്ക് ആ കാര്യങ്ങളെല്ലാം തന്നെ ഞാനായിട്ട് പ്രൊവൈഡ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്കറിയാം, കിട്ടിയാലും ഇത്ര രൂപയെ കിട്ടുള്ളൂ. എത്ര തന്നെ ഇതായാലും അത്രമാത്രം സബ്സ്ക്രൈബേഴ്സോ വ്യൂവോ ഉള്ള ഒരു ചാനലല്ല ഇത്. നിങ്ങൾ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വ്യൂവേഴ്സും വാച്ചവേഴ്സും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് ഒരു 5 മണിക്കൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞും ഒരു ഭയങ്കര സംഭവമാക്കി ബബിൾ ഉണ്ടാക്കിയിട്ട് എല്ലാ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് പൊലിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് അതാണ് കാശാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ ഞാൻ ഒരിക്കലും അതല്ല. ഞാനിവിടെ ഞങ്ങളുടെ ഗ്രൂപ്പിലും ഈ യൂട്യൂബിലും മാത്രമാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യണമെന്നാണ് ദയവായിട്ട് നിങ്ങൾ സ്റ്റേ അവേ, നിങ്ങൾ ഈ ചാനലിലേക്ക് വരരുത്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇവിടുന്ന് എന്തെങ്കിലും കിട്ടും എന്ന് തോന്നുന്ന ഒരു അറിവ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വരിക, കേൾക്കുക, സന്തോഷമായിട്ട് അത് ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെ നിങ്ങൾ എന്നെ ക്രിറ്റിക്സ് ഈ രീതിയിൽ കേട്ടോ ക്രിറ്റിസൈസ്, എൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ തെറ്റുന്നത് സ്വാഭാവികമായിട്ടും തെറ്റും. ആരും 100% പെർഫെക്റ്റ് ഒന്നും അല്ല, എല്ലാവർക്കും തെറ്റ് പറ്റും, അതൊക്കെ കറക്റ്റാണ്. ബട്ട് നിങ്ങളിവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ യൂട്യൂബിൽ നിന്ന് എനിക്ക് ട്രേഡ് ചെയ്ത കാശ് കിട്ടുന്നില്ല. പിന്നെ ഞാൻ എന്തിനാണ് യൂട്യൂബിൽ ഇവിടെ വ്യൂവേഴ്സ് ഉണ്ടാക്കി 1000 പേര് വ്യൂ കണ്ടു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല 100 രൂപയിൽ കൂടുതൽ കിട്ടും. ഞാനത് നോക്കാറുമില്ല. ഇതിനകത്ത് ആഡ്സെൻസ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം, ഞാൻ അതിൻ്റെ പുറകെ പോകാറുമില്ല. ഓൾ റൈറ്റ്, ഇനി അതുകൊണ്ട് ദയവായിട്ട് ഇങ്ങനെയുള്ള പേഴ്സണലി കയറി അറ്റാക്ക് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ പോസിറ്റീവായി കിട്ടുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് പോവുക. ഓൾ റൈറ്റ്, താങ്ക് യു. അഫ്സൽ KPLY താങ്ക് യു വെരി മച്ച് ബ്രദർ. മുഹമ്മദ് 1265 നിഫ്റ്റി 21,800 തൊടാതെ ഇനി താഴോട്ടില്ല, നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും. എന്ത് തരത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്നറിയില്ല. എന്തായാലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു, പക്ഷേ 800 എത്തിയില്ല ബ്രദർ. 590, 600 പോലും എത്തിയില്ല. 600 താഴെ വെച്ചിട്ട് ഇറങ്ങിപ്പോയി. കുഴപ്പമില്ല, തിരിച്ച് കയറി വരും. ഷാജി ജോസഫ് 24 ട്രേഡിൽ 8,000 പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 1,500 ബ്രോക്കറേജ് പോകില്ലേ ബ്രദർ? ഇവിടെ ട്രേഡിൽ നമ്മൾ പ്രോഫിറ്റ് വരുന്നതിനനുസരിച്ച് ചില സമയത്ത് നമുക്ക് 100% തന്നെ ബ്രോക്കറേജ് കൊടുക്കേണ്ടി വരും. 24 ട്രേഡിൽ നിന്ന് 8,000 റുപ്പീസ് കിട്ടിയിട്ട് 1,500 രൂപ പോയാലും ബാക്കി
6,500 രൂപ പ്രോഫിറ്റ് ഉണ്ടാവും. അത് നല്ലൊരു കാര്യം തന്നെയല്ലേ. രാജൻ വയലൻ, താങ്ക് യു വെരി മച്ച്. ആൻഡ് മാനുവൽ പെനിയർ, പ്രീ മാർക്കറ്റ് ഇൻഡെക്സ് ഓർഡർ എടുക്കാൻ ഒരു വീഡിയോ ചെയ്യുക. ഇതെന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? പ്രീ മാർക്കറ്റ് ഇൻഡെക്സ് ഓർഡർ എടുക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രൈസ് കിട്ടുക? പ്രീ മാർക്കറ്റിലെ സ്ട്രൈക്കിൻ്റെ പ്രൈസ് നമുക്ക് കിട്ടില്ല, ഇന്നലത്തെ ക്ലോസിങ് മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റണം, എന്നാൽ മാത്രമേ നമുക്ക് ബാക്കി അറിയുള്ളൂ. ലെജൻഡറി ബീസ്റ്റ്, വിൻ്റർ ഈസ് കമ്മിങ്, തീർച്ചയായിട്ടും വിൻ്റർ ഈസ് കമ്മിങ്. താങ്ക് യു. ആൻഡ് തിങ്കർ ബ്രോ, താങ്ക് യു വെരി മച്ച്. അലക്സാണ്ടർ, ഗുഡ് വീഡിയോ, താങ്ക് യു വെരി മച്ച്. അബ്ദുൾ റക്കീഖ്, താങ്ക് യു വെരി മച്ച്. ദെൻ രതീഷ് ഗായത്രി, SCL നല്ല സ്റ്റോക്കാണോ, എപ്പോൾ ബൈ ചെയ്യാൻ പറ്റുമോ? ബ്രദർ, ഇപ്പോൾ ഒരു സ്വിങ്ങും ലോങ് ടേം ഒക്കെ ഇപ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്യുക, മാർക്കറ്റ് ഒന്ന് സെറ്റിൽ ആവട്ടെ. ട്രാവൽ മലയാളം, താങ്ക് യു വെരി മച്ച്. ജയ്മോൻ ജെ കരിമലപ്പുഴ, ബൈയിങ് പ്രഷർ, വാറൻ ബഫർ ഇൻ ഫൂളിഷ് ആക്ഷൻ. ബ്രദർ, ഓക്കെ, ഇദ്ദേഹം ഞാൻ അതായത് സപ്പോർട്ട് എടുക്കുന്നതിന് ചില സമയത്ത് ഞാൻ ബൈയിങ് പ്രഷർ എന്ന് പറയാം, അതിന് അദ്ദേഹം തേച്ചൊട്ടിച്ചതാണ്. ട്രോള് കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. അദ്ദേഹം മാന്യമായ ഭാഷയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ബൈയിങ് പ്രഷർ, ഞാൻ ചില സമയത്ത് പലപ്പോഴും ഞാനത് ചിന്തിക്കാറുണ്ട്, അങ്ങനെ ഒരു ബൈയിങ് പ്രഷർ എന്നൊരു സംഭവം ഉണ്ടോ എന്നുള്ളത്. ഒരു എന്താ പറയുക, സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് കയറി വരുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ വായിൽ നിന്ന് വരുന്നൊരു വാക്കാണ് ഈ ബൈയിങ് പ്രഷർ, സെല്ലിംഗ് പ്രഷർ, ബൈയിങ് പ്രഷർ എന്നുള്ളത്. അത് അങ്ങനെ വന്നു പോകുന്നതാണ്. റിയലി അത് നിങ്ങൾ എന്താ പറയുക, വിട്ടുകളഞ്ഞേക്കുക. അതിന് ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ച് കയറി എന്ന സെൻസിൽ മനസ്സിലാക്കുക. റസീന മുജീബ്, താങ്ക് യു വെരി മച്ച്. സന്ദീപ്, ഒരു സാധാരണക്കാരനായ ട്രേഡർക്ക് ഡെയിലി എത്ര പ്രോഫിറ്റ് കിട്ടിയാൽ ആ ദിവസത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാം? നിങ്ങൾക്ക് 10% പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഇവിടെ 10% എന്ന് പറയുമ്പോൾ നിങ്ങളിൽ 5,000 രൂപയാണ് ക്യാപിറ്റൽ ഉള്ളതെങ്കിൽ 10% 500 രൂപയാണ്. എന്ത് ജോലി ചെയ്താലും ഒരു ദിവസം 500 രൂപയിലധികം കിട്ടും. ഇത്രയും ടെൻഷൻ എടുത്തിട്ട് ട്രേഡ് ചെയ്തിട്ട് 500 രൂപയാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, പ്രാക്ടിക്കലി വർക്കൗട്ട് ആവില്ല. അപ്പോൾ 10% എന്നത് നിങ്ങളിൽ 1,00,000 രൂപ കയ്യിലുണ്ട്, 10% പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീറ്റായിട്ടുള്ള പ്രോഫിറ്റാണ്. അത് അച്ചീവ് ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ നല്ലതായിട്ട് 5% കിട്ടിയാൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതേ സമയത്ത് നിങ്ങളിൽ 1 CR ഉണ്ട്, നിങ്ങൾ ഇൻട്രാഡേ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ 5% എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1 CR വെച്ച് നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ ഒരു ഓർഡറിൽ ഇപ്പം നിഫ്റ്റി ആണെങ്കിൽ 1,800 ക്വാണ്ടിറ്റീസ് പ്ലേസ് ചെയ്യുമ്പോൾ എത്ര ഓർഡർ നിങ്ങൾ പ്ലേസ് ചെയ്യണം, എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമല്ലോ. അപ്പോൾ ക്യാപിറ്റലിനനുസരിച്ചാണ് ഓരോ ദിവസത്തെയും നിങ്ങളുടെ റിവാർഡ് തീരുമാനിക്കേണ്ടത്. റിവാർഡിൻ്റെ പകുതിയോ അല്ലെങ്കിൽ ഒരു 2 ഭാഗമോ ആയിരിക്കണം റിസ്ക് എന്ന് പറയുന്നത്. അതായത് 10% പ്രോഫിറ്റ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ 6% ലോസ് സഹിക്കാൻ, അന്നേ ദിവസം 6% ലോസ് കണ്ടാൽ നിർത്താനും നിങ്ങൾ തയ്യാറാകണം. ഓക്കെ, രാജു പാർലി, താങ്ക് യു സർ. നാളെ നെഗറ്റീവ് ആയിരിക്കും, തീർച്ചയായും ബ്രദർ, താങ്ക് യു വെരി മച്ച്, കറക്റ്റ് ആയിരുന്നു. ദെൻ മുത്തു സുരേന്ദ്രൻ, ഗുഡ് ഇൻഫർമേഷൻ സർ. ഞാൻ ഡോക്ടർ റെഡി എടുത്തിരുന്നു, 7,500 കോൾ ഓപ്ഷൻ ആയിരുന്നു, പക്ഷെ നല്ലോണം താഴേക്ക് പോയി സ്റ്റോക്ക്. അത് തിരിച്ച് കയറാൻ സാധ്യതയുണ്ടോ? ഡോക്ടർ റെഡി ഞാൻ നോക്കിയിട്ടില്ല, നോക്കിയാൽ അറിയാം. പക്ഷെ ഇന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ളതും കൂടി നിങ്ങളൊന്ന് പറയണേ. ടെക് ബീസ് പറഞ്ഞിരിക്കുന്നത് ഗ്ലോബൽ മാർക്കറ്റ്സ് ബുള്ളിഷ് ആണ് സർ. ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം ഇന്ത്യൻ മാർക്കറ്റിനെ ഫോളോ ചെയ്യുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. കാരണം ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് ബെയറിഷ് ആണെങ്കിൽ ഇന്ന് US മാർക്കറ്റ് എല്ലാം തന്നെ ബെയറിഷ് ആയിരിക്കും എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. അപ്പം ഗ്ലോബൽ മാർക്കറ്റിന് അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റിയും സ്ട്രെങ്ത്തും ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റിന് ഇൻഡിപെൻഡൻ്റ് ആണ്, അതിൻ്റേതായ ഐഡൻറ്റിറ്റിയും സ്ട്രെങ്ത്തും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അത് ആ രീതിയിലേ പോവുള്ളൂ. ഗ്ലോബൽ മാർക്കറ്റിനെ പലപ്പോഴും ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ദെൻ യൂസർ പറഞ്ഞിരിക്കുന്നു, ഓട്ടോമേറ്റഡ് ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എന്നാണ് ലഭ്യമാകുക? കേരളത്തിൽ നിന്നുള്ള പ്രശസ്ത ട്രേഡറിൻ്റെ പേര് പറയുന്നില്ല. ഓട്ടോമേറ്റഡ് ട്രേഡിൽ കുറേ പൈസ നഷ്ടത്തിലിരിക്കുകയാണ്. ബ്രദർ, ഒരു സ്ഥലത്ത് ഓട്ടോമേറ്റഡ് ട്രേഡിൽ കാശ് പോയി, ഉടനെ നിങ്ങൾ അടുത്ത ഓട്ടോമേറ്റഡ് ട്രേഡാണ് നോക്കുന്നത് അല്ലേ? എന്തായാലും ഞങ്ങളത് ബാക്ക് ടെസ്റ്റിംഗ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ദെൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, സഫ്വാൻ റഷീദ് ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് നാളെ നല്ല പോസിറ്റീവായിരിക്കും നിഫ്റ്റി. സഫ്വാൻ ബ്രദർ, കുറേ മെനക്കെട്ടിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, പതുക്കെയൊക്കെ ഒന്ന് ട്രോൾ ചെയ്യും, അത്രേ പറയാനുള്ളൂ. അജ്മൽ ഖാൻ സർ, സൺഫാർമ ADV റിസർച്ച് നോക്കൂ. എനിക്കത് മനസ്സിലായില്ല ബ്രദർ. റാഫി, വീഡിയോ കണ്ടില്ല, ഇവിടെ താഴോട്ട് പോകും എന്ന് പറയുമ്പോഴേക്ക് മുകളിലേക്കാണ് പോകാറുള്ളത്. റാഫി ബ്രദർ,
നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് വീഡിയോ നിങ്ങൾ കാണണ്ട. നിങ്ങളിത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ പേഴ്സണലി ഹേർട്സ് എ ലോട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വെറുതെ നെഗറ്റീവ് അടിച്ച് താഴെ ഇറക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ചെയ്യല്ലേ പ്ലീസ്. ഓക്കെ, മോട്ടിവേറ്റ് ചെയ്യൂ. കൂടുതൽ എനിക്ക് പറ്റുന്നത്രയൊക്കെ ഡാറ്റ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. നമുക്ക് ഈ ചാനലും കാര്യങ്ങളൊക്കെ ഉഷാറാക്കാം. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് എന്നെ ഇങ്ങനെ എന്താ പറയുക മനസ്സ് മടുപ്പിക്കുന്ന എന്തിനാ? വീഡിയോ കണ്ടില്ല, അദ്ദേഹം എഴുതിയാണല്ലോ വീഡിയോ കണ്ടില്ല. അദ്ദേഹം വീഡിയോ കണ്ടില്ല. ഇതിൻ്റെ ഫസ്റ്റിൽ തീർന്നോ നിഫ്റ്റി താഴോട്ട് എന്നുള്ള ആ ഒരൊറ്റ പോസ്റ്റ് കണ്ടിട്ട് അദ്ദേഹം ഇവിടെ വന്ന് കമൻ്റ് ഇട്ടിരിക്കുകയാണ്. എന്തിനാ ഇത്രയും, നിങ്ങൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? ഓക്കെ, ഇങ്ങനെ ആ കുഴപ്പങ്ങളൊന്നും ഇവിടെ കൊണ്ടുവന്ന് ഇടല്ലേ. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഫ്രണ്ട്ലി ആയി നിങ്ങൾ പേഴ്സണലി എന്നെ വിളിച്ചോളൂ. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ അത് എന്തിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട്, വളരെ സിമ്പിൾ, കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു മടുപ്പിക്കല്ലേ. ലെജൻഡറി ബീസ്റ്റ് എക്സ്പെക്ടിങ് 2800 പോയിന്റ്സ് ഫോൾ ഇൻ നിഫ്റ്റി. ഒരു ചാൻസ് ഉണ്ട്, എനിക്കും തോന്നുന്നുണ്ട് ആ രീതിയിൽ വരും എന്നുള്ളത്. പക്ഷെ നാളെ എന്തായിരിക്കും എന്നുള്ളത് നോക്കി കണ്ടിട്ട് വേണം പോകാൻ. ജിതിൻ ചെയിൻ താങ്ക് യു വെരി മച്ച്. തൽഹത്ത് താങ്ക് യു വെരി മച്ച്. ഷാജി മാളിയേലിൽ താങ്ക് യു വെരി മച്ച്. എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. ഇവിടെ കുറേ തെറി വിളിച്ചിട്ടുള്ള കമൻറ്റുകൾ ഉണ്ടായിരുന്നത് ഞാൻ പേഴ്സണലി റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തെറിവിളിയുടെ എണ്ണം കുറയുന്നുണ്ട്. കാരണം ഞാൻ ഇവിടെ ലൈവിൽ നിങ്ങളുടെ മുന്നിൽ കമൻറ്റുകൾ വായിക്കും എന്ന ഒരു ഇതുള്ളത് കൊണ്ടാണ് ആൾക്കാർ അസഭ്യമായ അല്ലെങ്കിൽ സഭ്യമല്ലാത്ത വാക്കുകൾ എഴുതാത്തത്. പക്ഷേ ഇവിടെ ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ, എന്താണ് ആ പുള്ളിക്കാരൻ്റെ പേര്, അങ്ങേര് പറഞ്ഞതുപോലെയൊക്കെയുള്ള ഭയങ്കര നെഗറ്റീവ് അടുപ്പിക്കുന്ന ഇതില്ലേ റാഫി എം കെ ഡി എന്ന് പറയുന്നത്, ഇദ്ദേഹം പറഞ്ഞതുപോലെയൊക്കെയുള്ള കമൻറ്റുകൾ ഭയങ്കര നെഗറ്റീവാണ്. എന്തിനാ ഇങ്ങനെ വെറുപ്പിക്കുന്നത്? ഓക്കെ ബ്രദർ, ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.